ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ 2026. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. അപ്പൊ എന്തായാലും ഞാനൊരു അടിപൊളി പണി കിട്ടിക്കൊണ്ടാണ് 2026 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും തുമ്പമ്മയുടെ കയ്യിൽ നിന്ന്. വേറൊന്നല്ല, എനിക്കൊരു പ്രൊമോഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചു, എഡിറ്റ് ചെയ്ത് വെച്ചു. ഇവളെങ്ങനെ എന്റെ ഫോൺ കൈക്കലാക്കിയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ തന്നെ ഓപ്പൺ ആക്കി വെച്ചതാണ്. കുട്ടി അതിലെല്ലാ വീഡിയോസും എടുത്ത് കുറേ വീഡിയോസ് എടുത്തിട്ട് തമ്മനെ അങ്ങ് ഡിലീറ്റ് ആക്കി വെച്ചു. എനിക്കിതൊന്നും അറിയില്ല. സ്റ്റോറേജ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ റീസെന്റ് ഡിലീറ്റ് ആയിട്ട് പോയിട്ട് ഞാനും അങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നെ തിരിച്ചു വന്ന് എഡിറ്റ് ചെയ്ത സാധനമൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, എടുത്ത് വെച്ച വീഡിയോയും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ പണി കിട്ടി. അങ്ങനെ രണ്ടാമതും ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി വീണ്ടും പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ 2026 സ്റ്റാർട്ടിങ്? തുമ്പമ്മേനെ കൊണ്ട് ഈ വർഷം എനിക്ക് പണികൾ തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ അല്ലെ? ഈ എന്റെയും നിങ്ങൾ പ്രാർത്ഥിക്കണേ. അപ്പൊ എന്തായാലും ഞാൻ ആ വീഡിയോയിലേക്കാണ് കിടക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ തന്നെ വീണ്ടും റീപാക്ക് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരു ബോക്സ് നിറച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്ന് പറയാം, പിള്ളേരൊക്കെ മാറിയില്ലേ, നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണുള്ളത്. ഫാൻസി ഐറ്റംസ് ആണ് ഗൈസ്, എല്ലാം അടിപൊളി. ഞാൻ ഓൾറെഡി കണ്ടതുകൊണ്ട് പറയാലോ, എല്ലാം അടിപൊളി ഐറ്റംസ് ആണ്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ചെയ്യട്ടെ. ഫസ്റ്റ് തന്നെ തുമ്പമ്മയ്ക്ക് കുറേ ഐറ്റംസ് ഉണ്ട്, അതായത് കുറേ ക്ലിപ്സ് ആണ്. ആക്ച്വലി അവൾ ഉറങ്ങുകയാണ്, കാരണം നട്ടപ്പാതിരി എടുക്കുന്ന വീഡിയോ ആണല്ലോ, ഓള് കാരണം തന്നെയാണല്ലോ. അപ്പം ഇതാ, അതുകൊണ്ടാണല്ലോ അവിടെ കാണാത്തത് കേട്ടോ. എല്ലാ പണിയും ഒപ്പിച്ച ഓള് പോയി ഉറങ്ങി, ഞാനാണ് അവിടെ പണിയെടുക്കുന്നത്. ഓക്കെ, കുറേ ക്ലിപ്സ് ഉണ്ട് ഗൈസ്, നല്ല അടിപൊളി ക്ലിപ്സ് ആണ്. നല്ലതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചധികം ക്ലിപ്സ് അവർ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, എല്ലാം നല്ല ക്യൂട്ടാണ്. നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. അവരുടേതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പം എന്തായാലും ക്ലിപ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കിഡിലനാണ്, കിഡിലൻ. എന്താണെന്നറിയില്ല, ഇയറിങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട്. ജുംക്കാസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതും കുഞ്ഞ് സ്റ്റഡും വലിയ ജുംക്കയും വേണം, അതാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക അല്ലേ. സോ ഈ ഐറ്റംസ് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ ഹെവി ഇയറിങ്സ് ഇടാൻ വേണ്ടി കൊതിച്ച് നടന്ന കാലമുണ്ട് കേട്ടോ. അത് ഏതാണെന്നല്ലേ, എൻ്റെ അച്ഛൻ അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനത്തെ കമ്മലം തന്നെ അച്ഛന് ഇഷ്ടമല്ല. അച്ഛന് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി ധൈര്യം കൂടുതൽ വേണേ, അതെനിക്ക് പണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയതിനു ശേഷമാണ് ഇതിന് ചെറിയൊരു മാറ്റം കിട്ടിയത്. പിന്നെ ആസ് യൂഷ്വൽ പണ്ടൊക്കെ പറയുന്ന പോലെ തന്നെ, നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞാൽ നീ അവൻ പറയുന്ന പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. എപ്പം കെട്ടുറപ്പിച്ചോ അപ്പം തൊട്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ മൂക്ക് കുത്തിയത് പോലും. അന്ന് അതൊന്നും സാധിക്കാത്തത് കൊണ്ടായിരിക്കണം, ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ജ്വൽസ് ബൈ ജോ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ അയച്ചു തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. സോ ഗൈസ്, എങ്ങനെയുണ്ട്? അടിപൊളി കളക്ഷൻസ് അല്ലേ മക്കളെ? ഞാൻ പേജും അതുപോലെ കോൺടാക്ട് നമ്പറും ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ഒന്ന് പോയി നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എനിക്ക് എന്തായാലും എല്ലാ ഐറ്റംസും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ബൈ.